Meet the editors. ചോദ്യം ഇതാണ്, BJP കളം പിടിക്കുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, ഈ ദില്ലി തെരഞ്ഞെടുപ്പ് അടക്കം കഴിഞ്ഞ വർഷം 8 തിരഞ്ഞെടുപ്പുകളാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നത്. ആ 8-ൽ 5 BJPക്കോ BJPയുടെ നേതൃത്വത്തിലുള്ള NDAക്കോ കളം പിടിക്കാൻ സാധിച്ചു. ഡൽഹിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 21 മണ്ഡലങ്ങളിൽ 20,000-ന് മുകളിലാണ് ഭൂരിപക്ഷം. കെജ്രിവാൾ എന്നൊരു വൻമതിൽ വീണിരിക്കുന്നു. അവിടെ നരേന്ദ്രമോദി വീണ്ടും ഒരു ഇലക്ട്രൽ പവർ ഹൗസായി മാറിയിരിക്കുന്നു. കളം പിടിക്കുകയാണോ BJP? നോക്കൂ, നമുക്ക് 2024 BJPക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടായി. പൊതു തെരഞ്ഞെടുപ്പിൽ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല, 240 സീറ്റിലേക്ക് ചുരുങ്ങി. അതിനുശേഷം 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് നടന്നല്ലോ. ആ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 സംസ്ഥാനങ്ങൾ BJP പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങൾ. ഏറ്റവും കൺവിൻസിംഗ് ആയ വിക്ടറി തന്നെയായിരുന്നു BJPയുടെ എന്ന കാര്യത്തിൽ സംശയമില്ല. മഹാരാഷ്ട്രയിലെ വിജയം എന്ന് പറയുന്നത് വലിയ വിജയമല്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിപ്പാടിപ്പോയ BJP 2025 നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വിജയിച്ചു വന്നത്? ആകെയുള്ള 288 സീറ്റിൽ 238 സീറ്റുകളും നേടിക്കൊണ്ടാണ് BJP അവിടെ വിജയിച്ചു വന്നത്. 50 സീറ്റുകളിലേക്ക് പ്രതിപക്ഷത്തെ അവർക്ക് ചുരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഹരിയാന വലിയ ആൻറ്റി ഇൻകംബൻസി ആയിരുന്നല്ലോ, പക്ഷേ അവിടെയും വിജയിച്ചു വരുന്നതാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ 3-2 ഭൂരിപക്ഷമാണ് BJPക്ക് ഡൽഹി നിയമസഭയിലുള്ളത്. എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് വിജയിച്ചു. അത് ഇന്ത്യ ബ്ലോക്കിൻ്റെ വിജയമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ കോൺഗ്രസ് പെർഫോം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് പെർഫോം ചെയ്തത്. അവിടെ കുറച്ചൊക്കെ കോൺഗ്രസ് പെർഫോം ചെയ്തു. അപ്പോഴും ഇന്ത്യ ബ്ലോക്കിൻ്റെ വിജയമാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ BJP 2024 തിരിച്ചടിക്ക് ശേഷം നടന്നിട്ടുള്ള 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മുന്നോട്ട് വരുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ചർച്ചയ്ക്കെടുക്കുന്നു? ഡൽഹിയിലെ BJPയുടെ വിജയം എന്ന് പറയുന്നത് പ്രത്യേകമായി പഠിക്കപ്പെടേണ്ട ഒരു വിജയമാണ്. ആ വിജയം എങ്ങനെയാണ് BJP ആസൂത്രണം ചെയ്തെടുത്തത് എന്ന് പഠിച്ചാൽ മാത്രമേ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ മോശമാണെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. കാരണം അവരൊരു 44% വോട്ട് നേടിയിട്ടുണ്ട്. വിജയിച്ചു വന്ന BJPക്ക് 46% വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. 2% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ആ 2% വ്യത്യാസം എന്ന് പറയുന്നത് സീറ്റുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡിഫറൻസ് വളരെ വലുത് തന്നെയാണ്. ഇപ്പോൾ കേരളം എടുത്തു നോക്കിയേ, 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനും LDFനും ഇടയിലുള്ള പെർസെൻറ്റേജ് വ്യത്യാസം എന്ന് പറയുന്നത് 6%. 6% വ്യത്യാസത്തിലാണ് LDF 2021 ഇവിടെ അധികാരത്തിൽ വന്നത്. പക്ഷേ സീറ്റ് നിലയൊന്ന് നോക്കിയേ, 99 സീറ്റാണ് CPMനുള്ളത്, 41 സീറ്റാണ് UDFനുള്ളത്. 6% വ്യത്യാസത്തിൽ ഏതാണ്ട് 58 LDFന് 6% വ്യത്യാസത്തിൽ 58 സീറ്റ് ഡിഫറൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്. പക്ഷേ ഈ 2% വ്യത്യാസത്തിൽ ഫിനിഷ് ചെയ്യാൻ കഴിയുന്നു 10 വർഷം പൂർത്തിയാക്കിയ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ പറയുന്ന 44% വോട്ട് കിട്ടിയത് എന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദളിത് വിഭാഗങ്ങളും അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള മുസ്ലിങ്ങളും ഇപ്രാവശ്യം വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന 12 സംവരണ സീറ്റുകളുണ്ടല്ലോ, 12 സംവരണ സീറ്റുകളിൽ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ 12 സീറ്റും ആം ആദ്മി പാർട്ടിക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 8 സീറ്റുകൾ അവർ നിലനിർത്തിയിട്ടുണ്ട്. 4 സീറ്റുകളെ BJPക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ ദളിത് വിഭാഗങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നു എന്നാണ്. എങ്ങനെയാണ് ദളിത് വിഭാഗങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഫ്രീ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഫ്രീ വാട്ടർ, ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ക്ലിനിക്ക്, ഇങ്ങനെയൊക്കെ പറയുന്ന ഫ്രീ ബീസ്, നമ്മൾ ഈ പറയുന്ന സൗജന്യങ്ങളെല്ലാം ഇപ്പോഴും ആ വിഭാഗങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഡൽഹിയിൽ കാണുന്ന ദളിത് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അതിദരിദ്രരാണ് കേട്ടോ. അവർ ഈ സഫായി കർമ്മചാരി എന്നൊക്കെ പറയുന്ന വിഭാഗം, ആ പണിയൊക്കെ എടുക്കുന്ന സ്വീപ്പേഴ്സിൻ്റെയൊക്കെ പണിയെടുക്കുന്ന വിഭാഗങ്ങളാണ് നല്ലൊരു ശതമാനം ദളിതരും എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഭാഗത്തിനിടയിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടെടുത്ത് നോക്കൂ, മുസ്ലിം വോട്ട്, മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർക്ക് നല്ല ഡോമിനൻസ് ഉള്ള 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളും ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ദളിത് മുസ്ലിം വോട്ടുകൾ കൃത്യമായി ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് 22 സീറ്റുകൾ കിട്ടിയതും 44%ലേക്ക് വരികാൻ സാധിക്കുകയും ചെയ്തത്. എന്നാൽ എങ്ങനെയാണ് ആ പാർട്ടിക്ക് അധികാരം നഷ്ടമായത്? അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആം ആദ്മി പാർട്ടിയോട് ഒപ്പം കഴിഞ്ഞ 10 വർഷമായി നിന്നിരുന്ന OBC ഉണ്ട്.
ഉണ്ടല്ലോ, ആ OBC വിഭാഗം ഇപ്രാവശ്യം ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്നിട്ടില്ല. ഡൽഹിയിലെ OBC വിഭാഗം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ആണ്. ആ മിഡിൽ ക്ലാസിൻ്റെ വോട്ടാണ് ഇപ്രാവശ്യം ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നത്. എങ്ങനെയാണ് അത് BJP മാനേജ് ചെയ്തത്? ഒറ്റ പ്രഖ്യാപനമാണ്, ഒറ്റ പ്രഖ്യാപനം, ഇൻകം ടാക്സ്. ഈ മിഡിൽ ക്ലാസ് വിഭാഗം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരാണ് അവിടുത്തെ. ആ സർക്കാർ ജീവനക്കാരുടെ വോട്ടിനെ ഒറ്റയടിക്ക് BJP സ്വായത്തമാക്കിയത് ഈ പറയുന്ന 12 ലക്ഷം വരെയുള്ള ആളുകൾ നികുതി കൊടുക്കേണ്ടെന്ന ഒറ്റ പ്രഖ്യാപനമാണ്. നോക്കൂ, രാജ്യത്ത് 1 ലക്ഷം കോടി രൂപയുടെ ബാധ്യത ഉണ്ടാക്കാൻ പോകുന്നു ഈ പ്രഖ്യാപനം എന്നാണ് നിർമ്മലാ സീതാരാമൻ ഈ ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ പാർലമെന്റിൽ പറഞ്ഞത്. 1 ലക്ഷം കോടി. ഈ 12 ലക്ഷത്തിൻ്റെ നികുതി ഇളവ് കൊടുക്കുമ്പോഴുണ്ടല്ലോ, അതിൻ്റെ ഗുണഭോക്താക്കൾ 140 കോടിയുള്ള ഇന്ത്യയിൽ കേവലം 3-4 കോടി പേരാണ്. അപ്പോൾ നോക്കിക്കേ, BJP എങ്ങനെയാണ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനമെടുത്തിരിക്കുന്നത്? 1 ലക്ഷം കോടി രൂപ ഖജനാവിന് നഷ്ടമുണ്ടായാൽ പോലും കുഴപ്പമില്ല, ഡൽഹി പിടിക്കുമെന്നാണ്. അത്തരത്തിലൊരു തീരുമാനമെടുത്തു. അങ്ങനെ മിഡിൽ ക്ലാസിനെ ഷിഫ്റ്റ് ചെയ്തു. നമുക്കറിയാലോ, നരേന്ദ്രമോദിയുടെ പാർലമെന്റിൽ പ്രസംഗത്തിൽ ചുരുങ്ങിയത് 8 തവണയെങ്കിലും മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് അദ്ദേഹം. അതിനുശേഷം നടത്തിയ പ്രസംഗങ്ങളിലും പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം വിജയിച്ചു വന്നപ്പോഴും മിഡിൽ ക്ലാസ് ഞങ്ങളോടൊപ്പം നിന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ 1 ലക്ഷം കോടിയുടെ ബാധ്യത ബജറ്റിന് വരുത്തുന്ന, അല്ലെങ്കിൽ ഖജനാവിന് വരുത്തുന്ന ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആദ്യം തന്നെ ഡൽഹിയിൽ ഈ മിഡിൽ ക്ലാസിൻ്റെ വോട്ട്, OBCയുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ ഈ ന്യൂഡൽഹി മണ്ഡലം ഒന്ന് പരിശോധിക്കാം. ന്യൂഡൽഹി മണ്ഡലത്തിൽ നമുക്കറിയാലോ, ഈ ഫെബ്രുവരി 3-ാം തീയതിയോ 4-ാം തീയതിയോ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണല്ലോ, ലോക്സഭയിലാണ് അദ്ദേഹം പറഞ്ഞത്, മഹാരാഷ്ട്രയിൽ നിങ്ങൾ എങ്ങനെയാണ് വിജയമുണ്ടാക്കിയത്? മഹാരാഷ്ട്രയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പിനുമിടയിൽ 70 ലക്ഷം ആളുകളെ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തു. ഹിമാചൽ പ്രദേശിൻ്റെ ജനസംഖ്യയാണ് 70 ലക്ഷം. ആ 70 ലക്ഷം പേരെ നിങ്ങൾ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ടാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചിരിക്കുന്നതെന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു ഫോറത്തിലാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതേ സാധനം ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ നടപ്പാക്കിയിട്ടുണ്ട് BJP. 40,000. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഈ ന്യൂഡൽഹി മണ്ഡലത്തിൽ ചെറിയ കാര്യമല്ല, ന്യൂഡൽഹി മണ്ഡലത്തിൽ മാത്രം ഒരു സ്പെസിമനായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് BJP ഈ തെരഞ്ഞെടുപ്പുകളിലേക്ക് ആസൂത്രണങ്ങൾ നടത്തുന്നതും ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നതും എന്നുള്ളത് വിലയിരുത്താൻ കഴിയും. ന്യൂഡൽഹി മണ്ഡലത്തിൽ ഏതാണ്ട് 1,46,000 രജിസ്ട്രേഡ് വോട്ടുകൾ ഉണ്ടായിരുന്നു. 1,46,000 രജിസ്ട്രേഡ് വോട്ടുകൾ 2020 കൃത്യം കണക്കെന്ന് പറഞ്ഞാൽ 1,46,122 വോട്ടുകൾ 2020 രജിസ്ട്രേഡ് ആയിട്ടുള്ള വോട്ടുകളുണ്ട് ന്യൂഡൽഹി മണ്ഡലത്തിൽ. അതായത് പിന്നെ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുകയും തോൽക്കുകയും ചെയ്ത മണ്ഡലത്തിൽ. 2025 എത്രയാണെന്നറിയാം അവിടുത്തെ വോട്ട് പോപ്പുലേഷൻ? 1,80,564 പേര്. വലിയ ഡിലീഷനാണ് ഉണ്ടായിട്ടുള്ളത്. അഡീഷണൽ ആയിട്ടോ, കൂട്ടിച്ചേർക്കല്ല ചെയ്തിട്ടുള്ളത്, ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എത്ര വോട്ടുകളാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? 37,558 വോട്ടുകൾ ആ മണ്ഡലത്തിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അല്ലേ? അങ്ങനെയല്ല, ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അല്ല, കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ മാത്രം അല്ല. സാധാരണഗതിയിൽ ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ വോട്ടിംഗ് പോപ്പുലേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. എത്ര ഫ്ലോട്ടിംഗ് ആണെന്ന് പറഞ്ഞാലും ഓരോ വർഷവും നമ്മുടെ സെൻസസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ആനുപാതികമായിട്ട് നമ്മുടെ വോട്ടിംഗ് പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഫ്ലോട്ടിംഗ് എന്നേ പറയണ്ട, ഒരു കൃത്യമായ കണക്ക് പിന്നെ സർക്കാരിന് തന്നെ ഉണ്ട്. സർക്കാർ അതിൻ്റെ ന്യായം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ സ്ലംസ് എല്ലാം ഇടിച്ചു നിരത്തി കളഞ്ഞു, അവിടുന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 37,558 വോട്ടുകൾ അവിടെ കുറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓരോ ബൂത്തുകളിലും ജനസംഖ്യ എടുത്തു നോക്കൂ. അപ്പോൾ ഈ വേരിയേഷൻ കഴിഞ്ഞ 2000 ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കൂ. അല്ല, ഇതിനകത്ത് ഡൽഹി മാത്രമായിട്ട് അങ്ങ് പറയുമ്പോൾ ന്യൂഡൽഹി മാത്രമല്ല, ഒരു ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു സ്പെസിമെൻ ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത്. അവിടെ വെട്ടിക്കുറച്ചിരിക്കുന്നത് 37,558 വോട്ടുകളാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ വർഷവും ഏത് 5 വർഷം കൂടുന്ന തെരഞ്ഞെടുപ്പിലും ഓരോ മണ്ഡലത്തിലെയും വോട്ടിംഗ് പോപ്പുലേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. അതവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരുണ്ടാകും, പുറത്തുനിന്ന് വന്നിട്ടുള്ളവരുണ്ടാകും, പുറത്തുനിന്ന് വന്നിട്ടുള്ളവർ പുറത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാകും, ആ സ്ഥലം വേറെ ആളുകൾ വന്ന് ഫില്ല് ചെയ്യുന്നുണ്ടാകും. എന്നാൽ അതുമാത്രവുമല്ല, പുതിയ വോട്ടർമാരുണ്ടാവും. 18 വയസ്സ് കടക്കുന്ന ആളുകളുണ്ടാവും. 17 വയസ്സായിരുന്നു 2020 ഒരാളെങ്കിൽ ആ ആൾ ഡൽഹിയിൽ തുടരുകയാണെങ്കിൽ 2025 അയാൾക്ക് ഒരു വോട്ടുണ്ടാകുമല്ലോ. ആ രീതിയിലൊക്കെ നമ്മുടെ വോട്ടിംഗ് പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ 37,558 വോട്ട് കുറയുന്നത്. അതിന് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം, സ്ലംസ് അവിടെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നതാണ്. ശരിയായിരിക്കാം. ആ സ്ലംസിലെ വോട്ടെന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. ആ സ്ലംസിലെ വോട്ട് എങ്ങോട്ടാണ് വരേണ്ടത്? യഥാർത്ഥത്തിൽ വരേണ്ടത് ആം ആദ്മി പാർട്ടിയിലേക്കാണ് വരേണ്ടത്. ആം ആദ്മി പാർട്ടിക്ക് അവിടെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന വിഷയം. ഇത് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ തന്നെ ഇലക്ഷൻ കമ്മീഷനോട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മണ്ഡലത്തിൽ മാത്രമല്ല കേട്ടോ, പല മണ്ഡലങ്ങളിൽ അഡിഷനും ഉണ്ടായിട്ടുണ്ട്, ഡിലീഷനും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം 46,758 വോട്ടാണ് അരവിന്ദ് കെജ്രിവാൾ പിടിക്കുന്നത്. 47,658 വോട്ട്. ഇപ്രാവശ്യം എത്ര കിട്ടിയത്? 25,000 വോട്ട്.
വോട്ട്. 21,000 വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഈ പറയുന്ന കേജ്രിവാളിന്. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന ഈ രീതിയിൽ 70 ലക്ഷം വോട്ടർമാരെ മഹാരാഷ്ട്രയിൽ കൂടുതലായി ചേർത്തുവെന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ പറയുന്നു. ഇവിടെ ന്യൂഡൽഹി എന്ന മണ്ഡലത്തിൽ 37,558 വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. ഇനി വേറൊരു കാര്യം പറയാമല്ലോ, തൃശ്ശൂർ മണ്ഡലത്തിൽ ഇതുവരെ ആരും നിഷേധിച്ചിട്ടില്ലല്ലോ, 70,000 വോട്ടല്ലേ കൂടുതലായി ചേർത്തിട്ടുള്ളത്. ആലത്തൂർ, പാലക്കാട്, കോട്ടയം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൂടുതലായിട്ട് ആളുകളെ അവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നതിനകത്ത് കാണിച്ചിട്ടുള്ള ഒരു വൈദഗ്ധ്യമുണ്ടല്ലോ. ആ വൈദഗ്ധ്യത്തിൻ്റെ കൂടിയ ഒരു ഫലമായിട്ടാണ് തൃശ്ശൂരിലെ വിജയം എന്ന കാര്യത്തിനകത്ത് എന്താ സംശയം? ഈ രീതിയിൽ വോട്ടിംഗ് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഒരു സ്പെസിമനായിട്ട് എടുത്ത് എങ്ങനെയാണ് BJP ഇത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ പറയാൻ കാരണം. ഇനി 1-2 കാര്യങ്ങളിലൂടെ ആ മണ്ഡലത്തെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. വാൽമീകീസ് എന്ന് പറഞ്ഞിട്ട് വിഭാഗമുണ്ട് അവിടെ. വാൽമീകീസ് 15,000 വോട്ടുണ്ട് ആ വിഭാഗത്തിന്. വാൽമീകി എന്നാണ് പറയുക. അങ്ങേയറ്റം പിന്നാക്കം നിൽക്കുന്ന വിഭാഗമാണ്. രാമായണം എഴുതിയ വാൽമീകി മഹർഷിയുടെ പിന്മുറക്കാരെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർക്കൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അവർക്കവിടെ കൃത്യമായ ജോബ് ഈ പറയുന്ന കൺഫർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ പർവേസ് വർമ്മ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ 8 മാസമായിട്ട് ന്യൂഡൽഹി മണ്ഡലത്തിൽ മാത്രമാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. 2 തവണ പർവേസ് വർമ്മ MP ആയിരുന്നു ന്യൂഡൽഹിയിൽ നിന്നുള്ള. ഇപ്രാവശ്യം അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിൽ പിന്നെ ഇയാളെ നേരിടാനാണ്, ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാളിനെ നേരിടാനാണ്. അപ്പോൾ എത്ര പ്രീ പ്ലാൻഡ് ആണെന്ന് നോക്കണം. 8 മാസമായിട്ട് 9 മാസമായിട്ട് ഒരു മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. 8-9 മാസമായിട്ട് ആ മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ വാൽമീകി സമൂഹത്തിലേക്ക് പോകുന്നു, എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. അതിനുശേഷം അവർക്ക് എല്ലാ തരത്തിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അടക്കം അഷ്വർ ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, ഒരു വാഗ്ദാനം കൂടി നടത്തിയിട്ടുണ്ട്. ആ വാഗ്ദാനം ചിലപ്പോൾ ഉടനെ തന്നെ നടപ്പാക്കപ്പെടുകയും ചെയ്യും. തൽക്കത്തോറ സ്റ്റേഡിയത്തിൻ്റെ പേര് മാറ്റി കൊടുക്കും എന്ന് പറഞ്ഞു. മഹാഋഷി വാൽമീകി സ്റ്റേഡിയം എന്നാക്കി കൊടുക്കുമെന്നൊരു വാക്കുകൂടി പർവേസ് വർമ്മ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കേട്ട മറ്റൊരു വാർത്ത എന്താ? മുസ്തഫാബാദിൻ്റെ പേര് മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. ശിവപുരി എന്നാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എത്ര മൈക്രോ മാനേജ്മെൻ്റ് ആണ്. ഈ വാൽമീകി കോളനി ആയിട്ടുള്ള മന്ദർമാർഗിലെ വാൽമീകി കോളനിയിലേക്ക് കേജ്രിവാൾ ചെല്ലുന്നു. കേജ്രിവാൾ ചെല്ലുമ്പോൾ ബ്ലാക്ക് ഫ്ലാഗ് കാണിച്ചു, കരിങ്കൊടി കാണിച്ചു കേജ്രിവാളിനെ. ഇപ്പോഴാണ് ഈ വാർത്തകളൊക്കെ നമുക്ക് പുറത്തേക്ക് വരുന്നത്. എന്ന് മാത്രമല്ല, സ്ത്രീകൾ വട്ടം കൂടിയെന്ന് കേജ്രിവാളിനെ ചോദ്യം ചെയ്തു. ഈ രീതിയിൽ കേജ്രിവാൾ അൺപോപ്പുലർ ആയിട്ടുണ്ട്, ഒരു സംശയമില്ല. ആ ഭാഗത്തേക്ക് പിന്നീട് പോയിട്ടില്ല, ചെന്നിട്ടില്ല. നിങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ കാണുന്നില്ലോ എന്നാണ് അവിടെ പലരും ചോദിച്ചത്. കുറ്റമാണ്. 2015-ലും 2013-ലും ഒക്കെ ഇതുപോലെ ചേരി നിവാസികൾക്കിടയിലൊക്കെ നേരത്തെ നിങ്ങളൊക്കെ മഫ്ലറും ചുറ്റി ചെന്നിരുന്ന കേജ്രിവാളിനെ കണി കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ അർത്ഥത്തിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ മാറിയിട്ടൊരു പൊളിറ്റീഷ്യനായിട്ട് അദ്ദേഹത്തെ തന്നെ സ്ഥാപിക്കാൻ ശ്രമിച്ചതിന് വലിയ ഇത് കൊടുത്തിട്ടുണ്ട്, വില കൊടുത്തിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ ഈ പറയുന്ന മൈക്രോ മാനേജ്മെന്റ് നമ്മൾ കാണാതെ പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. വാൽമീകി സമുദായത്തിന് ഇങ്ങനെ കൊടുക്കുന്നു. പഹാഡീസ് എന്നൊരു വിഭാഗമുണ്ട് കേട്ടോ, ഹരിയാനയിൽ നിന്ന് വരുന്ന വിഭാഗമാണ്. 10,000 വോട്ടുണ്ട് പഹാഡീസിന്. ഞാനിത് ഒന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് BJP കളം പിടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പഹാഡീസ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ആരാ ഇപ്രാവശ്യം പ്രചരണം നടത്തിയെന്നറിയാമോ? പുഷ്കർ സിംഗ് ധാമി, ഹരിയാനയുടെ മുഖ്യമന്ത്രി 10,000 ആളുകൾക്കിടയിൽ വന്ന് പ്രവർത്തിക്കുകയാണ്. ഇത് ചെറിയ കാര്യമാണോ? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. 30 ലക്ഷം 30% ഓഫ് ഡൽഹി വോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് പൂർവാഞ്ചലീസ് എന്ന് വിളിക്കും. പൂർവാഞ്ചലി എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ UP ആണ്. അതായത് ഈ ഗോരഖ്പൂർ, വാരണാസി, ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം വരുന്ന ഭോജ്പുരി ഭാഷ സംസാരിക്കുന്ന സ്ഥലമാണ്. അവർക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്നാണ് അവരുടെ വലിയ ആളുകൾ. 30% ആണ്. ആ വിഭാഗത്തെ സ്വാധീനിക്കാൻ വേണ്ടി വാരണാസിയിൽ നിന്ന് തന്നെയുള്ള മനോജ് തിവാരിക്ക് ടാർഗറ്റ് കൊടുക്കുകയാണ്. ആൻഡ് ഹി വാസ് വർക്കിംഗ് ദെയർ. 30% വോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ പൂർവാഞ്ചലീസ് ആണെന്ന് കണ്ടെത്തുന്നു. അവിടെ പ്രവർത്തിക്കാൻ വാരണാസിയിൽ നിന്ന് തന്നെയുള്ള മനോജ് തിവാരി, അല്ല ഡൽഹിയിൽ നിന്നുള്ള MP ആണ്, അദ്ദേഹത്തെ അവിടെ അസൈൻ ചെയ്യുന്നു. എന്നിട്ട് ആ വിഭാഗത്തെ, ഞാൻ പറയുന്ന ഒരു മണ്ഡലവും ഒരു സ്റ്റേറ്റും എടുത്ത് നോക്കൂ എത്ര കൃത്യമായിട്ടാണ്. അതായത് ആദ്യം തന്നെ ഒരു 1 ലക്ഷം കോടി രൂപയുടെ ബാധ്യത ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ മിഡിൽ ക്ലാസ്സിനെ മൊത്തം പിടിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ തന്നെ നടത്തുന്നു. പിന്നെ പോക്കറ്റ് വൈസ് ആയിട്ട് ഓരോരുത്തരായിട്ട് പിടിക്കുന്നു. ഈ രീതിയിലാണ്. ഇനി മാത്രമല്ല, റെസിഡൻസ് അസോസിയേഷനുകൾ മുഴുവൻ വെച്ചിട്ട് വലിയ രീതിയിൽ പ്രചാരണം നടത്തി. മാർക്കറ്റ് അസോസിയേഷൻസ് എടുത്തിട്ട് അവിടെ വലിയ പ്രചാരണം നടത്തി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് RSSന്റെ ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് നമ്മൾ കാണാൻ, മനസ്സിലാക്കണം, പഠിക്കണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര മൈക്രോ ലെവലിലാണ് ഈ മാനേജ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് BJP വലിയ രീതിയിൽ ഡൽഹിയിൽ പരീക്ഷിച്ചിരിക്കുന്നു. ഇതാണ് BJP തുടർന്ന് ചെയ്യാൻ പോകുന്നത്. ആ തുടർന്ന് ചെയ്യാൻ പോകുന്നതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് ആലോചിക്കേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാറിലാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഒരു ചെറിയ കാര്യമല്ല. ബീഹാറിൽ ഒരു കൗതുകരമായ കാര്യമുണ്ട്. എന്താണെന്നറിയോ? ബീഹാറിൽ യഥാർത്ഥത്തിൽ മഹാഗഠബന്ധനാണ് ഏറ്റവും കൂടുതൽ വോട്ട് പെർസെൻറ്റേജ്. 1% ലീഡ് അവർക്കാണ്. 36% ഉള്ള യഥാർത്ഥത്തിൽ RJDയും CPIM-ലും കോൺഗ്രസും കൂടി ചേരുന്ന സഖ്യത്തിനാണ്. 35% ഉള്ളൂ ഈ പറയുന്ന NDAക്ക് അവിടെ, അതായത് JDUവും BJPയും കൂടി ചേരുമ്പോൾ 35% ഉള്ളൂ. പക്ഷേ സീറ്റുകളുടെ വ്യത്യാസം വലുതാണ്. ഒരു 11 സീറ്റിൻ്റെ വ്യത്യാസമുണ്ട്. 117 സീറ്റാണ് BJPക്കുള്ളത്, 106 സീറ്റേ ഉള്ളൂ മഹാഗഠബന്ധന്. പക്ഷേ അവിടുത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ 10% വോട്ടുണ്ട് കേട്ടോ. അവിടെ 10% വോട്ട് കോൺഗ്രസിനുണ്ട്, 10% വോട്ട്. അപ്പം ഡൽഹിയിൽ ഈ പറയുന്ന ഭിന്നിച്ച് നിന്നു എന്നതിൻ്റെ അതേ രീതിയിൽ ബീഹാറിലേക്ക് പോയാൽ
ഈ ബീഹാർ പിടിക്കാൻ കഴിയില്ല. കാരണം 10% ഓഫ് കോൺഗ്രസ് വോട്ട് എന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമാണ്. അത് RJDയും മനസ്സിലാക്കണം, അതുപോലെ തന്നെ പിന്നെ കോൺഗ്രസും മനസ്സിലാക്കണം. ഉത്തർപ്രദേശ് എടുത്തു. ഉത്തർപ്രദേശിൽ 27 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനകത്തൊരു പ്രത്യേകത എന്താ അറിയാമോ? 41% വോട്ട് നേടിക്കൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് എത്ര പോയെന്നറിയാവോ? വലിയ വീഴ്ചയാണല്ലോ വീണത് ഈ 2025 ഇലക്ഷനിൽ. അവിടെയും 24 ഇലക്ഷനിൽ അവിടെയും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവിടെയും 10% വോട്ടുണ്ട്. ആർക്ക്? കോൺഗ്രസിനുണ്ട്. 32% ആണ് ആർക്കുള്ളത്? സമാജ്വാദി പാർട്ടിക്കുള്ളത്. അവരൊരുമിച്ച് നിന്നില്ല എങ്കിൽ വീണ്ടും യോഗി ആദിത്യനാഥ് അവിടെ ഭരിക്കുമെന്ന കാര്യത്തിനകത്ത് തർക്കമില്ല. എന്നാൽ ബംഗാളിൽ അങ്ങനെയല്ല. ബംഗാളിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ 2024 ബംഗാളിൽ ഭിന്നിച്ചല്ലേ മത്സരിച്ചത്? ഇന്ത്യ ബ്ലോക്ക് മത്സരിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? TMC അവരുടെ ടാലി ഇമ്പ്രൂവ് ചെയ്തത് 22-ൽ നിന്ന് 29 7 സീറ്റ് കൂടി അവിടെ. അതേസമയം BJPക്ക് അവിടെ സീറ്റ് കുറഞ്ഞു. 18 ഉണ്ടായിരുന്നത് 12 കുറഞ്ഞു. 6 സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തെയും പ്രത്യേക സാഹചര്യങ്ങളാണ്. ഡൽഹി വേറൊരു സാഹചര്യമാണ്, ബീഹാർ ഉത്തർപ്രദേശ് മറ്റൊരു സാഹചര്യമാണ്, ബംഗാൾ വേറൊരു സാഹചര്യമാണ്, കേരളം വേറൊരു സാഹചര്യമാണ്. പക്ഷേ ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP എത്ര വലിയ പ്രഖ്യാപനങ്ങൾ വേണമെങ്കിലും നടത്തും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ഇൻകം ടാക്സിൻ്റെ കാര്യം. അതേപോലെ തന്നെ ഈ പറയുന്ന മൈക്രോ മാനേജ്മെൻറ്റ് നടത്തും. ഇവിടെ ഒരു യുണൈറ്റഡ് ഫോഴ്സായിട്ട് പിന്നെ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്ക് ഒന്നിച്ച് നിന്നില്ല എങ്കിൽ ഈസി വിക്ടറി ആയിരിക്കും കേട്ടോ ഇനി അങ്ങോട്ടേക്ക് വരുന്നുള്ള കാര്യങ്ങൾ. ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തെളിയിച്ചിട്ടുണ്ട്, BJP ഒറ്റയ്ക്ക് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല, എവിടെയും പറ്റില്ല. ഈ പറയുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ്. വടക്കേ ഇന്ത്യയിൽ BJP ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യത്തെയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ 5 തിരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ്. BJP കളം പിടിക്കുന്നുവെന്നാണ് ചോദ്യം. സ്മൃതി, BJP കളം പിടിക്കുന്നു, മോദിക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് മോദിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് മോദിക്ക് ഗ്യാരണ്ടി എന്ന് മോദി തന്നെ പറയുന്നത് കേൾക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത് കേട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് തിരിച്ചടിയുണ്ടായ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ കഴിഞ്ഞ വർഷം നടന്നത്. തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷം ഒരു മ്ലാനതയിലേക്ക് പോയിരുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്ക് BJP പോയിരുന്നില്ല. കാരണം NDA സർക്കാർ എന്ന രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരുന്നത്, BJP സർക്കാർ എന്ന രൂപത്തിലല്ല പ്രതികരിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്നും മാറി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നേട്ടമുണ്ടായി. ഹരിയാനയിലുണ്ടായി, മഹാരാഷ്ട്രയിലുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പ് കൂടിയായപ്പോൾ ഡൽഹി 27 വർഷത്തിന് ശേഷം ലഭിക്കുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ചിട്ടയായ ചില പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ RSSന് ചില അതൃപ്തികളുണ്ട്. മോദിയെ മാറ്റും എന്നുള്ള വിവരങ്ങളടക്കം ആ തരത്തിലുള്ള പ്രതികരണങ്ങളടക്കം പല ഭാഗത്തുനിന്നും വന്നിരുന്നു. BJPക്ക് അകത്ത് തന്നെ മോദി വിരുദ്ധ നിലപാടെടുക്കുന്നവരുണ്ട് എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി മോദി തന്നെയാണ് നേതാവ്, മോദി തുടരും എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ സ്ട്രാറ്റജി പറയുമ്പോൾ RSSൻ്റെ സ്ട്രാറ്റജി കൂടി ചേർന്നാണ് ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അത് മൈക്രോ മാനേജ്മെൻറ്റ് തന്നെയായിരുന്നു. അത് ഈ മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കുന്ന പറഞ്ഞല്ലോ, ചില മണ്ഡലങ്ങളിൽ വോട്ട് അധികമായി ചേർക്കുന്നു, ചിലതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. അത് ഈ ചേരികളിലൊക്കെ ഓരോ പാർട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്നവരാരൊക്കെയെന്ന് കണ്ടെത്തി അതിൽ കോൺഗ്രസിനെ സഹായിക്കുന്നവർ, ആപ്പിനെ സഹായിക്കുന്നവരൊക്കെ കണ്ടിരുന്ന അവരെ അവിടെ നിന്ന് മാറ്റും. ഇങ്ങനെയാണത് ചെയ്തു വന്നത്. ഓരോ ബൂത്തുകളിലും പ്രവർത്തനം കൃത്യമായി നടപ്പാക്കി, ഓരോ വീടുകളിലും നടപ്പാക്കി. ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ BJP നേട്ടമുണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ മഹാരാഷ്ട്രയിൽ തുടങ്ങിയ തന്ത്രമാണ്. ആ തന്ത്രം നമ്മൾ തൃശ്ശൂരിൽ നേരത്തെ കണ്ടു. അതിനി അങ്ങോട്ട് തുടർച്ചയുണ്ടാകുമെന്ന് തന്നെ കരുതണം. ബീഹാറിലും നമ്മളിപ്പോൾ ഇതിൽ ബജറ്റിലെ പ്രഖ്യാപനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരിക്കുന്നത്. ബീഹാറിലും ബജറ്റിലെ പ്രഖ്യാപനം നമ്മൾ കണ്ടതാണ്. ഈ ബജറ്റല്ല, അതിന് മുന്നത്തെ ബജറ്റിൽ ബീഹാറിന് വലിയ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ബീഹാറിനും ഈ തരത്തിൽ വാരിക്കോരി സൗജന്യങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ആ നിലയ്ക്ക് ഓരോ സംസ്ഥാനത്തെയും പിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ അതിതീവ്ര നിലപാടുകളോ അത്തരം പ്രതികരണങ്ങളും പ്രസംഗത്തിലൊന്നും നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞു. ആകെ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം മാത്രമാണ് നമ്മൾ കണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡൽഹിയിൽ അതിൻ്റെ ആവശ്യമില്ല. ആം ആദ്മി പാർട്ടിയും ആ തരത്തിലുള്ള സമീപനം എടുക്കുന്ന പാർട്ടി, അവിടെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ഉപയോഗിക്കാതിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിധി വന്ന ശേഷം വേഗം ആ നിലപാടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ മുസ്തഫാബാദിൻ്റെ പേര് മാറ്റി ശിവപുരി അല്ലെങ്കിൽ ശിവ് വിഹാർ ആക്കുമെന്നാണ് ഇപ്പോൾ നിയുക്ത MLA പറയുന്നത്, മോഹൻ സിംഗ് ബിഷ്ട് പറയുന്നത്. അതിന് പറയുന്ന കാര്യം അവിടെ 60% മുസ്ലിംസ്, 40% ഹിന്ദുവാണുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നത് അവിടേക്ക് ആരും താമസിക്കാൻ വരുന്നില്ല. ആ പേരുണ്ടെങ്കിൽ ആളുകൾ അവിടേക്ക് താമസിക്കാൻ വരുന്നില്ല, അത് മാറ്റേണ്ടി വരുമെന്നാണ് പറയുന്നത്. വേറെയും ചില പേരുമാറ്റങ്ങൾ ഇപ്പോൾ അജണ്ടയിലുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ ആ രൂപത്തിലേക്ക് ഡൽഹി മാറും. ഇതേ സമയം അപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുമ്പോൾ അപ്പുറത്ത്
തമ്മിൽ അടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യ മുന്നണി എന്നുള്ളത് ആ സഖ്യം ഇനി മുന്നോട്ട് പോകുമോ എന്ന രൂപത്തിലേക്ക് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിവിധ പാർട്ടികൾ വന്നു കഴിഞ്ഞു. അവിടെ ആപ്പിനെ പിന്തുണച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വന്നു. രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം കുഴപ്പമാണ് എന്ന് പറഞ്ഞു. ഇനി ബീഹാർ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും എന്താകും സാഹചര്യം എന്നറിയില്ല. രാഹുലാണോ നയിക്കേണ്ടത് എന്ന ചർച്ചയിലേക്ക് വരുമോ എന്നറിയില്ല. അപ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ളത് എത്രത്തോളം നല്ല രൂപത്തിൽ പോകുന്നു, അവിടെ ഓരോ പാർട്ടിക്കും അവനവൻ്റെ വീഴ്ചകൾ പരിശോധിക്കുന്നതിനപ്പുറം ഇത് BJP-യെ തോൽപ്പിക്കാൻ ഒരുമിച്ച് നിന്നാലല്ലാതെ സാധ്യമാകില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ഇനി ഓരോ ഘട്ടത്തിലും ഉണ്ടാകേണ്ടതാണോ? ഇപ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്ന പാഠം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പാഠം പഠിക്കാൻ തയ്യാറാകുമോ? കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു. ഇപ്പോൾ CPM പോലും അത് പറയുകയാണ്. CPM തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ബീഹാറിൻ്റെ കാര്യത്തിൽ എന്താണ് നിലപാടെടുക്കുക? ഇപ്പോൾ ബംഗാളിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ബംഗാളിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബംഗാളും ഇനി ഞങ്ങളത് പിടിക്കാൻ പോകുന്നു എന്ന് സുവേന്ദു അധികാരി പറയുകയാണ്. ഇതേ രൂപത്തിൽ തന്നെ പിടിക്കുന്നു. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ നേരത്തെ തന്നെ അത് കൃത്യമായി അവിടെ വേണ്ട തന്ത്രങ്ങൾ എന്ത് എന്നാലോചിച്ച് നടപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഡൽഹിയിൽ ഇനി ആം ആദ്മി പാർട്ടിക്ക് ഇനി ആയുസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് ഉണ്ടായതുപോലുള്ള വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടി പ്രധാനപ്പെട്ട നേതാക്കളെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങളുണ്ട്. ഇനി അടുത്തത് BJP ചെയ്യാൻ പോകുന്ന പഞ്ചാബിൽ ആപ്പിനെ തകർക്കുക എന്നുള്ളതാണ്. ഭഗവത് മനുമായി ഇപ്പോൾ അമിത്ഷാ ചർച്ചകൾ നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇടയ്ക്ക് പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. ആ രൂപത്തിൽ കൂടി ആ പാർട്ടിയെ അടപടലം പൊളിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിൽ ആ പാർട്ടിക്കുള്ള സ്വാധീനം, അവിടെ കൂടുതൽ അംഗങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കുക എന്നുള്ളത് BJP ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചാബിലാണ് ഇനി അടുത്ത കാണാൻ പോകുന്നത്. ഇന്ത്യ മുന്നണിയെ വിഭജിക്കുക അല്ലെങ്കിൽ അവരെ തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ത്യ മുന്നണി അത് മനസ്സിലാക്കി പെരുമാറുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അപ്പം നോക്കുമ്പോൾ ഇപ്പോൾ കളം പിടിച്ചിരിക്കുന്നു, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്ന ക്ഷീണം മറികടന്നിരിക്കുന്നു BJP എന്നുള്ളതാണ്. മോദിയും പഴയ രൂപത്തിലേക്ക് പ്രതികരണങ്ങളിലേക്കും ആത്മവിശ്വാസമുള്ള പ്രസംഗങ്ങളിലേക്കും എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കും BJP-ക്കും ദില്ലി തെരഞ്ഞെടുപ്പ് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. BJP-ക്ക് ഒരു എക്സ്ട്രാ മൈലേജാണ് യഥാർത്ഥത്തിൽ ഈ ദില്ലി തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, മോദി ഒരു ഇലക്ട്രൽ പവർ ഹൗസാണ്. പക്ഷേ മോദിക്ക് ശേഷവും ഇന്ത്യ രാജ്യത്ത് BJP-യെ ചലിപ്പിക്കുന്നതിന് എന്താണ് സ്ട്രാറ്റജി എന്നതിനൊരു കൃത്യമായ ഉത്തരം ദില്ലി തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. ഇതൊരു മോദി വേഴ്സസ് അരവിന്ദ് കെജ്രിവാൾ ഫൈറ്റായിട്ട് ഞാൻ കാണുന്നില്ല. മോദി ആയിരുന്നു പ്രചരണത്തിൻ്റെ കുന്തമുനയെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വാൽമീകി വിഭാഗത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾ കൊണ്ടുവരുന്നു, നിങ്ങൾ വാരണാസിയിൽ നിന്നൊരു നേതാവിനെ നിങ്ങൾ ദില്ലിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. അങ്ങനെ പല നേതാക്കളെ 8 മാസങ്ങൾക്ക് മുൻപേ തന്നെ ദില്ലിയിൽ അണിനിരത്തിയുള്ള BJP-യുടെ സ്ട്രാറ്റജി, അത് ഏകോപിപ്പിക്കുന്ന BJP-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അവിടെ ക്യാമ്പയിൻ്റെ മുഖമായി വരുന്ന മോദി. പക്ഷേ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ BJP സൂക്ഷ്മതലത്തിൽ നോക്കിയാൽ BJP-ക്ക് അവരുടെ ഇനി വരും തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരു സ്ട്രാറ്റജി കിട്ടിയിട്ടുണ്ട്. ആ സ്ട്രാറ്റജി പഠിപ്പിച്ചു കൊടുത്തത് ആം ആദ്മി പാർട്ടിയാണ്. ഓർമ്മിക്കുന്നുണ്ടാവും, 2013 അന്ന് ഹർഷവർദ്ധനെ അരവിന്ദ് കെജ്രിവാൾ നേരിടുന്ന സമയത്ത് ഈ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച ഫ്രീബീസിനെ ഈ റേവഡി പൊളിറ്റിക്സ് എന്ന പേരിൽ വലിയ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് BJP ക്യാമ്പയിനിലേക്ക് വരുന്നത്. 2015 കടുത്ത ആക്ഷേപമാണ് നടത്തിയത്. ഈ പറയുന്ന ഫ്രീബീസ് ഈ ദില്ലി രാഷ്ട്രീയത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്നാണ് പറഞ്ഞത്. 2020 BJP അതേ നിലപാടാണ് എടുത്തത്. പക്ഷേ 2025 ആകുമ്പോഴേക്കും ആം ആദ്മി പാർട്ടി എന്തു പറഞ്ഞോ അതിനൊരു പടി കൂടി മുകളിൽ നിന്നുകൊണ്ട് ഫ്രീബീസ് പൊളിറ്റിക്സ് എന്നുള്ളത്, റേവഡി പൊളിറ്റിക്സ് എന്നുള്ളത് ഈ രാഷ്ട്രീയത്തിൽ വിറ്റഴിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലധനമായി BJP തന്നെ മനസ്സിലാക്കുന്നു. അത് BJP തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ ഉപയോഗിക്കുന്നു. ഇവിടെ മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉപയോഗിക്കാൻ ശ്രമിച്ചു. അവിടെയാണ് മോഡി ഗ്യാരണ്ടി, മോഡിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്. എന്താണ് സ്ത്രീ ശക്തി, നാരി ശക്തിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത്. മധ്യപ്രദേശിൽ കൊണ്ടുവരുന്നത്, മഹാരാഷ്ട്രയിൽ കണ്ടത്, ഹരിയാനയിൽ കണ്ടത്. അപ്പം ദില്ലിയിലെ ഈ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഫൈനൽ ട്യൂണിംഗ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മോദി ഇല്ലാതെയും BJP-ക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന ഒരു തന്ത്രം, ഒരു സ്ട്രാറ്റജി, ഒരു മെഷീൻ, ഒരു മൊഡസ് ഓപ്പറാൻഡി ദില്ലിയിൽ കൃത്യമായി തന്നെ അവർ ഡിഫൈൻ ചെയ്തെടുത്തിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ദില്ലിയിൽ ഒരിടത്ത് പോലും നമ്മൾ തീവ്ര ഹിന്ദുത്വ പ്രചരണം കേട്ടില്ല. അവിടെ സോഫ്റ്റ് ഹിന്ദുത്വ പ്രചരണം കേട്ടില്ല. ഒരിടത്ത് പോലും ആ അർത്ഥത്തിലുള്ള പ്രചരണം കണ്ടതല്ല. രഥയാത്രയ്ക്ക് പകരം ശീഷാമഹലുകളുടെ യാത്രയാണ് നമ്മൾ കണ്ടത് പല സ്ഥലങ്ങളിലേക്കും. അപ്പോൾ അടിസ്ഥാനമായി BJP ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ തന്ത്രത്തെ റീഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കണക്കുകളിലേക്ക് കൂടി വന്നാൽ എങ്ങനെയാണ് BJP ഈ ദില്ലി തിരഞ്ഞെടുപ്പിൽ വിവിധ ക്ലാസുകളുടെ ഇടയിൽ ആധിപത്യം നേടിയത്? നമുക്കറിയാമല്ലോ, റിച്ച് വിഭാഗങ്ങൾക്കിടയിൽ അവർക്ക് എന്നും
എല്ലാ കാലത്തും ഒരു വലിയ മേധാവിത്വം ഉണ്ടായിരുന്നു. ദില്ലിയിൽ തന്നെ ഈ ദില്ലി നിയമസഭ വരുന്നതിന് മുമ്പ് ദില്ലിയിൽ മെട്രോപൊളിറ്റൻ കൗൺസിൽ ആയിരുന്നല്ലോ. ആ മെട്രോപൊളിറ്റൻ കൗൺസിലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1967 ആ 1967 ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ വരുന്നത് ആരാ? എൽ കെ അദ്വാനി 5 വർഷം ഭരിച്ചു. അന്ന് ജനസംഘാണ്, BJP ഇല്ല. ജനസംഘിൻ്റെ പാർട്ടിയാണ്, അഥവാ ജനസംഘ് എന്ന് പറയുന്ന പാർട്ടിയാണ് നിയമസഭ വരുന്നതിന് മുമ്പ് ആദ്യം ദില്ലി ഭരിച്ച പാർട്ടി എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് വന്ന സർക്കാരിന് എന്താ പറ്റിയത്? ആ സർക്കാരിൽ നിന്ന് BJP ഒരുപാട് പഠിച്ചു. മദൻലാൽ ഖുറാനയ്ക്ക് എന്താ പറ്റിയത്? മദൻലാൽ ഖുറാനയ്ക്ക് വലിയ സപ്പോർട്ടായിരുന്നില്ലേ 93 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ? പക്ഷേ മദൻലാൽ ഖുറാന എവിടെയാണ് വീണു പോകുന്നത്? ഹവാല കേസ് വരുന്നു. മദൻലാൽ ഖുറാനയ്ക്ക് അഴിമതി ആരോപണം നേരിടേണ്ടി വരുന്ന ഘട്ടത്തിലാണ് ദില്ലിയിൽ മദൻലാൽ ഖുറാനയ്ക്ക് രാജിവെച്ചൊഴിയേണ്ടി വരികയും അവിടെ പകരം സാഹിബ് സിംഗ് വർമ്മ വരികയും ചെയ്യുന്നത്. അവിടെ സാഹിബ് സിംഗ് വർമ്മ വന്നപ്പോൾ എന്താ സംഭവിച്ചു പോയത്? അവിടെയും അഴിമതി മാത്രമല്ല, ഉള്ളിവില അടക്കം പ്രശ്നമാവുന്നു. അവിടെ സുഷമാ സ്വരാജ് വരുന്നു. സുഷമാ സ്വരാജിന് പോലും ഉള്ളിവില പിടിച്ചു നിർത്താൻ പറ്റാത്ത സാഹചര്യം ആകുമ്പോഴാണ് ഷീലാ ദീക്ഷിത് വരുന്നത്. അപ്പോൾ BJP ആകുന്നതിന് മുമ്പ് ദില്ലി ഭരിച്ചൊരു ചരിത്രമുണ്ട്. അത് LK അദ്വാനിയുടെ ചരിത്രമാണ്. അതിനുശേഷം 3 മുഖ്യമന്ത്രിമാർ ഭരിച്ച ചരിത്രമുണ്ട്. ആ 3 മുഖ്യമന്ത്രികൾക്കിടയിലും 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ BJPക്ക് അതിജീവിക്കാൻ സാധിച്ചിരുന്നില്ല. ഒന്ന്, അഴിമതി ആരോപണം നേരിട്ട മദൻലാൽ ഖുറാന. രണ്ടാമത്തത്, ഉള്ളിവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദില്ലി ജനങ്ങളുടെ റിയാക്ഷൻ. ഇത് രണ്ടിനെയും അതിജീവിച്ചുകൊണ്ട് ഷീലാ ദീക്ഷിത് വരുന്നു. ഷീലാ ദീക്ഷിത്തിൻ്റെ മറ്റൊരു പൊളിറ്റിക്സ് നമ്മൾ കാണുന്നു. അതിനുശേഷം വരുന്ന ആം ആദ്മി പ്രതിഭാസം. ഇതിൽ നിന്ന് BJP പഠിച്ച 2 സ്ട്രാറ്റജികൾ. നമ്പർ 1, വെൽ കണക്റ്റഡ് ആയിരിക്കുക. അവിടുത്തെ മനുഷ്യരോട് നേരിട്ട് നിങ്ങൾ സംസാരിക്കുക. അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഡ്രോയിങ് റൂം പൊളിറ്റിക്സ് എന്നുള്ളത്. RSS ഇത്തവണത്തെ അവരുടെ മൊഡസ് ഓപ്പറാൻഡിയാക്കി മാറ്റി. ആ മൊഡസ് ഓപ്പറാൻഡിയുടെ ഭാഗമായി ഒരിടത്തും നരേന്ദ്രമോദി അല്ല നേരിട്ട് പോയി ക്യാമ്പയിൻ ചെയ്തത്. നേരിട്ട് RSSൻ്റെ പ്രവർത്തകർ 3ഉം 4ഉം റൗണ്ടുകളാണ് ഓരോ വീടുകളിലും ചെലവഴിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നേരിട്ട് വെൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മെഷീനറി പാർട്ടി തലത്തിൽ വളർത്തിയെടുക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വർഗ്ഗങ്ങളിലും അവരവരുടെ സാന്നിധ്യം അറിയിച്ചു എന്നുള്ളതാണ്. വിഭാഗങ്ങൾക്കിടയിൽ, പൂറസ്റ്റ് വിഭാഗങ്ങൾക്കിടയിൽ, മിഡിൽ ക്ലാസ് വിഭാഗങ്ങൾക്കിടയിൽ, അപ്പർ ക്ലാസ് വിഭാഗങ്ങൾക്കിടയിലും BJP അവരുടെ സാന്നിധ്യം അറിയിച്ചു. സാധാരണ അങ്ങനെ വരുന്നതല്ല. പക്ഷേ ഇക്കുറിയും ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. ഇപ്പോഴും 48% ആളുകൾ ഏറ്റവും പൂറസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയും ആം ആദ്മി പാർട്ടി തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. പക്ഷേ അവിടെ BJP ഒരു ഇൻട്രോഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ BJP എങ്ങനെയാണ് ഇൻട്രോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ച വാഗ്ദാനങ്ങളിലൂടെ അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ചില ഫ്രീബീസിലൂടെ അവരിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു. മിഡിൽ ക്ലാസ്സിനിടയിൽ നേരത്തെ പറഞ്ഞതിനകത്തൊരു കണക്കിനകത്തൊരു എനിക്കൊരു ആശയക്കുഴപ്പമുള്ളത്, ഏറ്റവും കുറവ് വോട്ട് ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയിലായിട്ടോ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 10ഉം 11ഉം 6% വീതം 8% വീതം നഷ്ടപ്പെടുമ്പോൾ മിഡിൽ ക്ലാസ്സിനിടയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് 6%ആണെന്നാണ് കണക്ക് പറയുന്നത്. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ കണക്കതാ. 6% മാത്രമാണ് മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിക്കിടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. CSDS സർവേ അവലംബിച്ചുകൊണ്ടാണ് ഈ കണക്ക്. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടാവുക 25% കൂടുതൽ മുസ്ലിം സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിൽ 48%-ത്തിലധികമുണ്ട് ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം. പക്ഷേ അവിടെ 32 മുതൽ 36 വരെ ശതമാനത്തോളം BJPയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കിടയിലേക്കും BJPക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു. പക്ഷേ അപ്പോഴും ആം ആദ്മി പാർട്ടി മുസ്ലിം മണ്ഡലങ്ങളിലും ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലും പൂറസ്റ്റ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്കിടയിലും അവരുടെ സാന്നിധ്യം നിലനിർത്തുന്നു എന്നുള്ളത് ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഒരു അവിടുത്തെ ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന വോട്ട് ബേസ് ഉള്ള പാർട്ടിയാണ് എന്നത് ഉറപ്പ് നൽകുന്നു. ഇനി നേരത്തെ പറഞ്ഞ പൂർവാഞ്ജലീസിൻ്റെ സാന്നിധ്യം 30% ഉണ്ട് ഈ മേഖലയിൽ. ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒന്ന് ബീഹാറിലാണ്. ആ ബീഹാറിൽ നിന്നുള്ള ഒരു നല്ല ഗണ്യമായ വിഭാഗം ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ വോട്ട് പൂർണ്ണമായും വീണിരിക്കുന്നത് BJPയുടെ പക്കലാണെന്നുള്ളതാണ് BJPയുടെ കണക്ക് കൂട്ടൽ. 30% ഓഫ് പൂർവാഞ്ജലീസ് BJPയിൽ, അതിൽ ഗണ്യമായൊരു വിഭാഗം 60%-ലധികം ആളുകൾ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ സ്ട്രാറ്റജി കൊണ്ട് സൂക്ഷ്മതലത്തിലുള്ള സ്ട്രാറ്റജി, ഒപ്പം തന്നെ മോദി എന്നുള്ളൊരു ഫേസ് ഇല്ലെങ്കിൽ പോലും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി, ആം ആദ്മി പാർട്ടി തന്നെ കൊടുത്തിരിക്കുന്ന ഫ്രീബി പൊളിറ്റിക്സിൻ്റെ സ്ട്രാറ്റജി, റേവഡി പൊളിറ്റിക്സിൻ്റെ സ്ട്രാറ്റജി, ഒപ്പം ഹിന്ദുത്വ പൊളിറ്റിക്സുമായി ചേരുമ്പോൾ അത് അത്ര പെട്ടെന്ന് തകർക്കാൻ കഴിയാനാവാത്തൊരു സ്ട്രാറ്റജി ആയിട്ട് തീരും. അത് ദില്ലി തിരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ എന്നുള്ളത് വലിയ വിഷയമായില്ലെന്നേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഹിന്ദുത്വ പ്ലസ് ഫ്രീബീസ് എന്നുള്ളത് ഒരു സെല്ലബിളായ, വിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഉൽപ്പന്നമാണെന്ന് BJP
വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. അതാണ് ഇനി ബീഹാറിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിനകം തന്നെ ബീഹാറിൽ ഉപയോഗിച്ചു കഴിഞ്ഞു. ബഡ്ജറ്റുകളിൽ ബീഹാറിന് വാരിക്കോരി കൊടുത്തത് അതിൻ്റെ ലക്ഷണമായിട്ട് വേണം നമ്മൾ കണക്കിലാക്കാൻ. രണ്ട് രീതിയിലാണ് BJP അത് ചെയ്യുക. ഒന്ന് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിതമായ നിയമമാർഗ്ഗങ്ങളിലൂടെ ചെയ്യും. രണ്ടാമത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൂടെയും അതിനുശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സൂക്ഷ്മതലത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി വഴിയും നടപ്പിലാക്കും. അതാണ് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് സഹായകരമായതും. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ BJP ഏറ്റവും കൂടുതൽ ഭയന്നിരുന്ന പാർട്ടി കോൺഗ്രസ് അല്ല. പകരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയെ BJP ഉത്തര ഇന്ത്യയിൽ ഭയന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാജയം, ആ പരാജയത്തിൻ്റെ കാരണങ്ങളെ സൂക്ഷ്മമായി പഠിച്ച് വിലയിരുത്തി 3 കാര്യങ്ങൾ അവർ കണ്ടത്. ഒന്ന്, ഈ ഫ്രീ ബി പൊളിറ്റിക്സിനെ കൗണ്ടർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ പുറത്തിറങ്ങണം. 3ഉം 4ഉം ഘട്ടമായിട്ടാണ് മാനിഫെസ്റ്റോ അവർ പുറത്തിറക്കുന്നത്, അതും ഫ്രീ ബീസിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റോട് കൂടി. 2, ലോക്കൽ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. യമുനയായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കുകയും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 3, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പ്രൊപ്പഗാൻഡ, പ്രതിച്ഛായയിലൂടെ നേടിയെടുത്തിരിക്കുന്ന ഒരു ആശയമുണ്ടല്ലോ, ആ പ്രതിച്ഛ ഇമേജ് പൊളിറ്റിക്സിനെ തകർക്കുക. അതാണ് യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ ചെയ്തത്. അതിനവർ കൃത്യമായി മെഷീനറി ഉപയോഗിച്ചു, അതിന് CBI ഉപയോഗിച്ചു, ED ഉപയോഗിച്ചു, അവരുടെ പോലീസിംഗ് സംവിധാനത്തെ ഉപയോഗിച്ചു. കൃത്യമായി ഗവർണർ എന്ന് പറയുന്ന ലഫ്റ്റനന്റ് ഗവർണർ നിരന്തരം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഘടകം ലഫ്റ്റനന്റ് ഗവർണറാണ്. കാര്യം ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതിന് എല്ലാ ഇടങ്ങളിലും ലഫ്റ്റനന്റ് ഗവർണർ മുഖ്യമന്ത്രിയുമായി ഇടഞ്ഞുകൊണ്ടേയിരുന്നു. ഇതേ പൊളിറ്റിക്സാണ് BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പല തലങ്ങളിൽ നിന്നാണ് BJP ആ ആസൂത്രണ മികവ് പുറത്തെടുത്തിരിക്കുന്നത്. ഒരേ സമയം മെഷീനറി ഉപയോഗിച്ചുകൊണ്ട്, ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട്, അതേസമയം തന്നെ RSSനെ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ഫേസ് ആയിട്ടുള്ള നരേന്ദ്രമോദി ഉപയോഗിച്ചുകൊണ്ട്, നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ വെൽ റിസർച്ച്ഡ് ആയിരിക്കുന്ന അവരുടെ നെറ്റ്വർക്ക് ആക്ടിവിസ്റ്റ് ലൈനിലേക്ക് RSS പ്രവർത്തകർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഗ്രൗണ്ട് സീറോയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറാൻ BJPക്ക് സാധിച്ചു. അത് വരും നാളുകളിൽ BJP എന്ന് പറയുന്ന പാർട്ടി അവരുടെ സ്ട്രാറ്റജി മാറ്റുന്നതിൻ്റെ കൂടെ സൂചനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഹിന്ദുത്വ പ്ലസ് ഫ്രീ ബി പോളിറ്റിക്സ് പ്ലസ് വെൽ കണക്റ്റഡ് മെഷീനറി എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ, പ്രതിരോധിക്കാൻ ഏറെ ബുദ്ധിമുട്ടായ ഒരു സംവിധാനമായി തീരും. മോദി ഇല്ലെങ്കിൽ പോലും ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കും. മോദി എന്നുള്ള ഒരൊറ്റ സിംഗിൾ ഫേസിലായിരിക്കില്ല ഇനി BJP പ്രവർത്തിക്കുക. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറിയ രാഷ്ട്രീയ തന്ത്രവുമായിട്ടായിരിക്കും BJP ഇനി വരാൻ പോകുന്നത്. മോദി ഡെഫിനറ്റ്ലി അവരുടെ ഇലക്ട്രൽ പവർ ഹൗസാണ്, അവരുടെ ക്യാമ്പയിനറാണ്. പക്ഷേ മോദിയുടെ ആബ്സെൻസിലും മോദിയുടെ അഭാവത്തിലും BJP ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിശാസ്ത്രം BJP ഈ ദില്ലി തെരഞ്ഞെടുപ്പിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്നാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് കളം പിടിക്കാൻ പോകുന്നത് ഈ മാറിയ മോഡസ് ഓപ്പറാൻഡിയുമായിട്ടായിരിക്കും എന്നാണ് എൻ്റെ ടേക്ക്. BJP കളം പിടിക്കുന്നു ശ്രീയ. കളം പിടിച്ചു കഴിഞ്ഞു എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാക്കി കൊടുത്ത, ഇനി എന്തെങ്കിലും സംശയം ആരിലെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം BJPയുടേതാണ്, അത് കേന്ദ്ര ഭരണത്തിലായാലും വിവിധ സംസ്ഥാനങ്ങളുടെ ഭരണത്തിലായാലും എന്നത് കുറച്ചുകൂടി വ്യക്തമാക്കി കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മൾ ഇന്നലെ ഡൽഹിയിൽ കണ്ടത്. ഇന്ദ്രപ്രസ്ഥം കൂടി സ്വന്തമാവുകയാണ്. അതായത് രാജ്യ തലസ്ഥാനമാണ്, നാഷണൽ ക്യാപിറ്റൽ കൂടി സ്വന്തമാകുമ്പോഴാണ് പൂർണ്ണാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഭരണം തങ്ങൾക്കാണ് എന്ന് BJPക്ക് പറയാൻ കഴിയുക. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 7 സീറ്റും നേടിയിട്ടും 2014, 2019, 2024 7 സീറ്റും 7 നേടിയിട്ടും സംസ്ഥാന ഭരണത്തിലേക്ക് എത്തുക എന്നതിനപ്പുറം ഒരു സൈസബിൾ ആയിട്ടുള്ളൊരു പ്രതിപക്ഷമായി മാറാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് BJP ചുരുങ്ങിയിരുന്നു എന്നുള്ളതാണ്. ആ സീറ്റ് എണ്ണം എന്ന് പറയുന്നത് 8-ൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക, അത് വോട്ടിംഗ് പെർസെൻറ്റേജിൽ കണ്ടത് ചെറിയൊരു വ്യത്യാസമാണ്. അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമാണ്, നാമമാത്രമായ വ്യത്യാസമാണ് എന്ന് ഉണ്ണിസർ ഇവിടെ പറയുമ്പോൾ ഇവിടെ കോൺഗ്രസിന് ഒരു റോളുമില്ല. കോൺഗ്രസ് ഗ്യാലറിയിൽ ഇരിക്കുകയാണ് എന്നതുകൂടി നമ്മൾ കാണാതെ പോകരുത്. കോൺഗ്രസിന് സംഭവിച്ചത് എന്താണ്? യഥാർത്ഥത്തിൽ BJP കളം പിടിക്കുന്നോ എന്നതിനപ്പുറം കോൺഗ്രസ് ഗ്യാലറിയിലേക്ക് പൂർണ്ണമായും മാറിയോ എന്നതുകൂടി ചർച്ച ചെയ്ത് പോകേണ്ടതാണ്. കോൺഗ്രസ് ഈ ലോക്സഭ, നിയമസഭ BJP 7 നേടുമ്പോൾ ആ 7-ലും 0-ആണ്. സംപൂജ്യരായി 0-ൽ ഹാട്രിക്കും ഡബിൾ ഹാട്രിക്കും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതെ, ഡബിൾ ഹാട്രിക് എന്ന് വിശേഷിപ്പിക്കാം. 6 തെരഞ്ഞെടുപ്പുകളിലായി സംപൂജ്യരായി നിൽക്കുകയാണ് കോൺഗ്രസ്. അത് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ് ഈ വലിയ അധപ്പതനം ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി തോറ്റാലും തങ്ങൾക്ക് ആ തോൽവിയാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തിയത്. നമ്മൾ ഇന്നലെ അത് വിശദമായി പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പഞ്ചാബാണ്. പഞ്ചാബും ബംഗാളും. ബീഹാറിൽ എന്തായാലും NDAക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അല്ല എങ്കിൽ അത്രയ്ക്ക് മഹാഗഡ്ബന്ധൻ ശക്തി പ്രാപിച്ചു വരണം. ഇതിനകം തന്നെ തമ്മിലടി, നേതാവ് ആരായിരിക്കണം തുടങ്ങിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഇന്ത്യ മുന്നണി അത്രയധികം
വളരെയധികം ശക്തി പ്രാപിക്കേണ്ടിയിരിക്കും. അതേസമയം BJPയുടെ സംഘടനാ സംവിധാനം അവരിങ്ങനെ എണ്ണയിട്ട് മിനുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ആ അപാകതകളൊക്കെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അപാകതകൾ ഓരോന്നായി തിരിച്ചറിഞ്ഞ് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് കാണേണ്ടിയിരിക്കുന്നത്. ഇവിടെ കെജ്രിവാളിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദില്ലി സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള, അതായത് അവിടെ നിന്ന് ഒരു ഫയൽ പോലും നീങ്ങാത്ത ആ നടപടിയിലേക്ക് ഇന്നലെ തന്നെ കടക്കുകയാണ്. അതായത് വളരെ ഫാസ്റ്റാണ് നീക്കങ്ങൾ. ഒന്നിനും ഒരു ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ എതിരാളിയുടെ അടിവേരറുക്കുക എന്നതാണ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ എതിരാളി. ഇന്ത്യ മുന്നണിയിൽ തന്നെ കെജ്രിവാൾ നയിക്കട്ടെ, മമതാ കെജ്രിവാൾ എന്നൊക്കെ പറഞ്ഞ് കെജ്രിവാൾ പെട്ടെന്ന് മമതാ ബാനർജിയുടെ ഒരു ലെവലിലേക്ക് വരെ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കെജ്രിവാളിൻ്റെ അടിവേരറുക്കുക എന്ന് പറയുന്നത് ചെയ്യുന്നു. മാത്രമല്ല നരേന്ദ്രമോദിയുടെ മുഖം നഷ്ടപ്പെട്ടോ, നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റി കുറഞ്ഞോ, ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടി കൊടുക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതെ അരവിന്ദ് കെജ്രിവാൾ വേഴ്സസ് നരേന്ദ്രമോദി തന്നെയായിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിൽ. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയൊന്നും BJP ഉയർത്തിക്കാട്ടിയിരുന്നില്ല. പർവേഷ് വർമ്മ കെജ്രിവാളിനെ നേരിടാനായി ഇറങ്ങുമ്പോൾ അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ഏറെക്കുറെ പാർട്ടി കേഡേഴ്സിന് ഉറപ്പായിരുന്നു. കാരണം ആ ഒരു പ്രതീതി അവിടെ ഉണ്ടായിരുന്നതാനും. മോദി ഗ്യാരണ്ടീസ് വീണ്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ദില്ലിയിലേക്ക് എത്തുമ്പോഴും മോദി ഗ്യാരണ്ടി അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് അവിടെ. ആം ആദ്മി പാർട്ടിയുടെ പ്രശ്നം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെജ്രിവാൾ എന്ന് പറയുന്ന ആ ഒരു ബിംബത്തിന് ചുറ്റും കറങ്ങി. ആ ചുറ്റും കറക്കം എന്ന് പറയുന്നത് ഗുണമായില്ല. എപ്പോഴാണ് ഗുണമാകാതെ പോയത്? കെജ്രിവാളിന്റെ പ്രതിച്ഛായയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള BJPയുടെ കൃത്യമായ പ്രചാരണത്തിലേക്ക് ഈ കൃത്യമായി അവർ ഫിക്സ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അതായത് കെജ്രിവാൾ തന്നെ ചെന്ന് കയറി കൊടുക്കുകയായിരുന്നു. ഒരു വിക്ടിം കാർഡ് ഇറക്കാനായിട്ടുള്ള ഒരു സമയം പോലും അരവിന്ദ് കെജ്രിവാളിന് അവിടെ കിട്ടിയിട്ടില്ല എന്നതാണ്. ഒരു നോക്കൌട്ട് പഞ്ചോടെ കെജ്രിവാൾ പുറത്താവുകയാണ്. കെജ്രിവാൾ പുറത്താകുന്നത് മുഖ്യമന്ത്രി പദത്തിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയുടെ ഭരണത്തിൽ നിന്നോ മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ ആ പാർട്ടിയെ മൊത്തത്തിൽ ഹോൾഡ് ചെയ്ത് നിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കെജ്രിവാൾ പോകുന്നതായിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ പോവുക. കാരണം പാളയത്തിനുള്ളിൽ നിന്ന് തന്നെ സ്വാതി മാലിവാളിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഇതിനകം തന്നെ ഭിന്നസ്വരം ഉയർത്തുന്നുണ്ട്. പുറത്തുപോയ ആം ആദ്മി പാർട്ടിയുടെ തുടക്കകാലത്തുണ്ടായ പുറത്തുപോയ ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു എതിർ ഗ്രൂപ്പ് അവിടെ വളർന്നു വരുന്നുണ്ട്. പഞ്ചാബിൽ ഭഗവന്ത് മാനിനെതിരെ ആ പാർട്ടിയുടെ തന്നെ ക്യാബിനറ്റിൽ MLA-മാർക്കിടയിലൊക്കെ വലിയ എതിർപ്പാണ്. ഭഗവന്ത് മാനിന്റെ പോളിസീസ്, ഭഗവന്ത് മാനിന്റെ ആക്ഷൻ പ്ലാൻ അതൊന്നും ഞങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് പലതവണ കെജ്രിവാളിനോട് അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞതുമാണ്. ഇവിടെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ മലയാളം മാധ്യമങ്ങളിൽ മാത്രമല്ല മറ്റ് ഇടങ്ങളിലെ മാധ്യമങ്ങളിലേക്ക് തലക്കെട്ടുകളും ഈ വിലയിരുത്തലുകളും ഒക്കെ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോയിറ്റേഴ്സ് വിശേഷിപ്പിച്ചത് ലാൻഡ്മാർക്ക് വിൻ ഫോർ പ്രൈം മിനിസ്റ്റർ മോദി എന്നാണ്. റോയിറ്റേഴ്സിന്റെ തലക്കെട്ടതായിരുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ആർട്ടിക്കിളിൽ പ്രധാനമായും എടുത്തു പറയുന്നത് മധ്യവർഗത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്രോയിങ് അപ്പീലാണ്. മധ്യവർഗത്തിലേക്ക് ഉണ്ണിസാറൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ടാക്സിൻ്റെ കാര്യം കൊണ്ട് മാത്രമല്ല, മധ്യവർഗത്തിനിടയിൽ ഒരു നരേന്ദ്രമോദി ഫാക്ടർ അത് എല്ലായിടത്തേക്കും കൃത്യമായി കൊണ്ടുവരാൻ ആ രീതിയിലുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് കൃത്യമായി തന്നെ അത് ഒരു ആസൂത്രിതമായി തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. കൃത്യമായി സ്ട്രാറ്റജി ഉപയോഗിച്ച് തന്നെയാണ് മധ്യവർഗത്തിനിടയിലേക്ക് BJP ഇറങ്ങിച്ചെല്ലുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു പൊളിറ്റിക്കൽ കംബാക്ക് നടത്താൻ ഡൽഹിയിൽ കഴിയില്ലായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. എവിടെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്ട്രോങ് ഹോൾഡ് എന്ന് മനസ്സിലാക്കി ആ സ്ട്രോങ് ഹോൾഡിലേക്ക് വളരെ നേരത്തെ തന്നെ കയറിയിറങ്ങുക, എന്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്ലസ് എന്ന് മനസ്സിലാക്കി ആ പ്ലസിനെ തന്നെ സറൗണ്ട് ചെയ്ത് ആക്രമിക്കുക, അതാണ് അവിടെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും ജനപ്രീതി ഇടിഞ്ഞത്. പിന്നെ നോക്കേണ്ടത് കോൺഗ്രസിലേക്കാണ്. കോൺഗ്രസ് ഞങ്ങൾ ഈ കളിക്കില്ല എന്ന മട്ടിൽ അരവിന്ദ് കെജ്രിവാളിനെ ആക്രമിക്കാൻ കൂടിയതോടെ BJPക്ക് കോൺഫിഡൻസ് കൂടി എന്നുള്ളതും ഒരു വസ്തുതയാണ്. പ്രാദേശിക ശക്തിയായ ആം ആദ്മി പാർട്ടി ഈ രീതിയിൽ വളർന്നു വരുന്നത് 2 സംസ്ഥാനങ്ങളിൽ ഭരണം നേടുന്നു. ആം ആദ്മി പാർട്ടി 2 സ്റ്റേറ്റിൽ ഭരണം എടുക്കുമ്പോൾ തുല്യ സാഹചര്യത്തിലായിരുന്നു. തെലങ്കാന കിട്ടുന്നത് വരെ കോൺഗ്രസിനും 2 സീറ്റ്, 2 സ്റ്റേറ്റ്, ആം ആദ്മി പാർട്ടിക്കും 2 സ്റ്റേറ്റ്. അതായത് കോൺഗ്രസിന്റെ ഇക്വലന്റ് ആയിട്ട് കുറച്ച് മാസങ്ങളെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആം ആദ്മി പാർട്ടിയെ പൊസിഷൻ ചെയ്ത് വെക്കുന്നത് BJPക്ക് ഒരു ത്രെറ്റ് തന്നെയാണ്. കാരണം ഈ രീതിയിൽ വളർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഒരു സ്പോയിലറായി ആം ആദ്മി പാർട്ടി വരുന്നത് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൈക്രോ മാനേജ്മെന്റിലേക്ക് BJP പോയത്. അങ്ങ് പറഞ്ഞതുപോലെ ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ വോട്ട് ഇല്ലാതായി എന്ന് ഞാൻ കരുതുന്നില്ല. ആ വോട്ട് ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി അവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഇന്നെ ഇത്രയും ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ളൊരു പരാതിയെങ്കിലും ഉയരുമല്ലോ. അങ്ങനെയുള്ള ഒരു പരാതിയും ഉയർന്നിട്ടില്ല എന്നതുകൂടി നോക്കണം. അപ്പോൾ ഈ മൈക്രോ മാനേജ്മെന്റ് ശേഷി BJPയുടേത് അത് അൺമാച്ച്ഡ് തന്നെയാണ്. അത് കോൺഗ്രസിനോ CPIM-നോ ആം ആദ്മി പാർട്ടിക്കോ തൃണമൂൽ കോൺഗ്രസിനോ NCPക്കോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു മൈക്രോ മാനേജ്മെന്റ് മെക്കാനിസം അത് BJPക്ക് ഉള്ളിലുണ്ട്. അപ്പോൾ ഡൽഹി എന്ന് പറയുന്നത് ഒരു മിനി ഇന്ത്യയായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് എങ്കിൽ അവർക്ക് ആ ഡൽഹി നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏത് ഏരിയയും ഏത് സ്റ്റേറ്റും
വിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ ആ ഒരു ഫോർമുല ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നതുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉണ്ണി സാർ നേരത്തെ സൂചിപ്പിച്ചതും അത് തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ സംഘടനാ സംവിധാനം BJP-യുടേതും RSS-ന്റേതും ഒന്ന് ചേർന്ന് അതവർ മുറുക്കിക്കഴിഞ്ഞാൽ പിന്നീട് അത് കൃത്യമായ ആ ഒരു ടാർഗറ്റിലേക്കായിരിക്കും പോവുക. അതിൻ്റെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ഫുഡ് ഹോൾഡ് തന്നെയാണ്, അല്ലെങ്കിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന ഡൽഹി, ഹരിയാന, മഹാരാഷ്ട്ര, അവിടെ ശക്തമായ ഒരു ഉറപ്പിക്കൽ തന്നെയാണ്. അത് ആ ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ, സീറ്റ് എണ്ണത്തിൽ തന്നെ പ്രകടവുമാണ്. നേരിയ ഒരു വ്യത്യാസമല്ല. 8 സീറ്റിൽ നിന്ന് 36-ലേക്കോ 38-ലേക്കോ അല്ല പോയിരിക്കുന്നത്. നല്ല വ്യത്യാസത്തിൽ തന്നെ, നല്ല മാർജിനിൽ തന്നെ ഭരണം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ, ആന്റി ഇൻകംബൻസിയേക്കാൾ ആന്റി കെജ്രിവാൾ ഫാക്ടർ അവിടെ കൃത്യമായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആം ആദ്മി പാർട്ടിയുടെ വളരെ ശക്തമായ ഒരു കോർ വോട്ടർ ബേസ്, അത് 2013, 15, 20 അങ്ങനെ നിൽക്കുന്ന ആ ഒരു കോർ വോട്ടർ ബേസിനെയാണ് ഇവിടെ അട്ടിമറിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അരവിന്ദ് കെജ്രിവാളിനെ ടാർഗറ്റ് ചെയ്തു. അതിനുവേണ്ടി പർവേഷ് വർമ്മ, 2 വട്ടം MP-യും മുൻ ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനെയും കൃത്യമായി അവിടെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ, അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. അവിടെ മാത്രം ചെലവഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. അവിടെ പർവേഷ് വർമ്മയ്ക്കൊപ്പം ഓരോ നേതാക്കൾക്കുമൊപ്പം കൃത്യമായി അവിടുത്തെ അണിയറയിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ, കോൺഗ്രസിന്റെ വാറൂം പോലെയല്ല, BJP-യുടെ വാറൂമിൽ അവിടെ ബിപ്ലവ് ദേബ് ആയിരുന്നു, ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രി ബിപ്ലവ് ദേബിനായിരുന്നു ഈ ന്യൂഡൽഹി മണ്ഡലത്തിന്റെ അടക്കം ചുമതല. അവിടെ അതുകൊണ്ടാണ് കെജ്രിവാൾ ഈ വിക്ടിം കാർഡ് ഇറക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ കെജ്രിവാളിനെ അങ്ങോട്ട് കയറിയടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബിപ്ലവ് ദേബ് അടക്കം ത്രിപുരയിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷത്തിന് എങ്ങനെ അടിത്തറ നഷ്ടപ്പെട്ടു എന്നത് നമ്മൾ കണ്ടതാണ്. ആ ബിപ്ലവ് ദേബിനെ ഇവിടെ കൊണ്ടുവന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ ബിപ്ലവ് ദേബ് ഉണ്ടായിരുന്നു. എത്ര മാധ്യമങ്ങൾക്ക് അത് തലക്കെട്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ ബിപ്ലവ് ദേബ് അവിടെ ഇറങ്ങി കളം പിടിക്കുന്നത് അറിഞ്ഞിട്ടില്ല. ബിപ്ലവ് ദേബ് ആയിരുന്നു അവിടെ വളരെ സക്രിയമായി തന്നെ ഉണ്ടായിരുന്നത്. രണ്ടാമത്തേത് ഹൈപ്പർ ലോക്കലായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അതായത് നമ്മൾ പ്രാദേശികമായി നല്ല രീതിയിൽ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷം ചെയ്യാറുണ്ട്. വളരെ ലോക്കലായി മൈന്യൂട്ടായിട്ടുള്ള പോക്കറ്റ്സിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ. അവിടെ പ്രധാനമായും ലക്ഷ്യപ്പെട്ടത് പാവപ്പെട്ടവരെ, അതുപോലെ തന്നെ സ്ത്രീകളെ, അങ്ങനെ അവരിലേക്ക് RSS-ന്റെ ഈ ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് എന്ന് അങ്ങ് പറയുമെങ്കിലും ഞാനതിനെ ഒന്ന് വിശാലാർത്ഥത്തിൽ പറയാം. 5 സംഘമായി ഡെപ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടീം, അങ്ങനെ ഒരു ടീമിൽ 5 പേർ എന്നുള്ള രീതിയിൽ തന്നെ, 5 അല്ലെങ്കിൽ 4 അങ്ങനെ ആ രീതിയിൽ ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് ആ ടീമിന് കൃത്യമായി ഓരോ സ്ഥലത്തും ഓരോ വീടുകളുടെയും കൃത്യമായ ചുമതലയാണ്. അവിടെ നിന്നുള്ള വോട്ടുറപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതിലേക്ക് BJP-യുടെ തന്നെ സംഘടനാ ചുമതലയുള്ള 150ഓളം പേരെ അവിടെ ഇറക്കുന്നു, ഡൽഹിയിലേക്ക് ഇറക്കുന്നു. 70 സീറ്റിലേക്ക് 150ഓളം ഓഫീസ് ബെയറേഴ്സിനെ, സംഘടനാ ചുമതലയുള്ള മുതിർന്ന നേതാക്കളെ തന്നെ ഇറക്കുന്നു. പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നായി 17 MP-മാർ പ്ലസ് ഡൽഹിയിലെ 7 MP-മാർ, അങ്ങനെ 24 MP-മാരുണ്ടായിരുന്നു ഡൽഹിയിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ ഉടനീളം. അതായത് ഒരു കഴിഞ്ഞ ഓഗസ്റ്റ് മുതലെന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഈ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത 1 മാസക്കാലമല്ല, അതിനു മുമ്പ് തന്നെ ഈ നേതാക്കളൊക്കെ അവിടെ വരികയും കൃത്യമായി അവിടെ പ്രചാരണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ വീട് കയറിയിട്ടുള്ള ഹൈപ്പർ ലോക്കലായിട്ടുള്ള ക്യാമ്പയിനിൽ അവർ മോദി ഗ്യാരണ്ടി, അത് മോദി ഗ്യാരണ്ടി എന്താണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത്, ഇപ്പോഴുള്ള തടസ്സങ്ങൾ എന്താണ്, ആ തടസ്സങ്ങൾ മോദി എങ്ങനെ നീക്കും തുടങ്ങിയ കാര്യങ്ങളാണ് കൃത്യമായി അവിടെ പറഞ്ഞത്. RSS-നെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ. RSS-ന്റെ ഉത്തർക്ഷേത്ര പ്രചാരകായ ജതിൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തന്നെ ഇറങ്ങി പ്രചാരണം നടത്തിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽ തന്നെ കളത്തിലുണ്ടായിരുന്നു എന്നതും വളരെ ക്ലിയർ ആണ്. അവിടെ അവർ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഹിന്ദുത്വയോ അല്ലെങ്കിൽ ഫ്രീബീസോ ഒന്നുമായിരുന്നില്ല. അവരവിടെ ആളുകളോട് സംസാരിച്ചത്, നിങ്ങൾക്ക് നല്ല വെള്ളം കിട്ടുന്നുണ്ടോ, കുടിവെള്ളം കിട്ടുന്നുണ്ടോ, കുടിക്കാൻ നല്ല വെള്ളമാണോ നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ തുടർ ഭരണത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ കൃത്യമായി സ്ത്രീകൾ അടങ്ങുന്ന എല്ലാവരും ഉത്തരം പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടുന്ന വെള്ളം നല്ലതല്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് അരവിന്ദ് കെജ്രിവാൾ തന്നെ യമുനയിൽ വിഷം കലക്കുന്നു എന്നുള്ള പ്രചാരണം കൂടി ഇറക്കി വെക്കുന്നത്. അതുപോലെ തന്നെ സ്ലംസിലേക്കും മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അപ്പർ മിഡിൽ ക്ലാസും ലോവർ മിഡിൽ ക്ലാസും ഉണ്ട്. കൂടുതൽ ഫോക്കസ് ചെയ്തത് ലോവർ മിഡിൽ ക്ലാസിനെയാണ്. അപ്പർ മിഡിൽ ക്ലാസ്സിന് ഈ ആദായ നികുതി, അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം കമ്മീഷൻ, അതിലൊക്കെ അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പായും വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെയും ആ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വഴികൾ, എത്രത്തോളം വഴികൾ അവിടെ നന്നാക്കിയിട്ടുണ്ട്, ഡൽഹിയിലെ വഴികളൊക്കെ ഈ 2 ടേമായി തുടർച്ചയായി ഇരുന്നിട്ട് എന്താണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ ചിത്രങ്ങൾ സഹിതം ഓരോ റോഡുകളിലും പോയി അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് ആ രീതിയിലുള്ള വളരെ ലോക്കലായിട്ടുള്ള അവരുടെ ലിവിങ് കണ്ടീഷൻ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നില്ല എന്നത്, ഫ്രീബീസിനപ്പുറം ജീവിത സാഹചര്യം ചുറ്റുപാട് മെച്ചപ്പെടുന്നില്ല എന്നത് അവരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ ഫ്രീബീസിന് അവരൊരു കൗണ്ടർ നറേറ്റീവ് സെറ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ, ഭാരതീയ മസ്ദൂർ സംഘ്, ആ ആളുകൾക്കിടയിൽ അവർ ഇറങ്ങുന്നു. സേവാഭാരതി, വിശ്വ ഹിന്ദു പരിഷത്ത്, സ്വദേശി ജാഗരൺ മഞ്ച്, ABVP, ഹിന്ദു ജാഗരൺ മഞ്ച്, ഇവരെല്ലാവരും ചേർന്നാണ് ഈ ഡ്രോയിങ് റൂം മീറ്റിംഗ്സിനപ്പുറം 61,000 യോഗങ്ങളാണ് ഈ 70 മണ്ഡലങ്ങളിലായി ഈ ഒരു കാലയളവിൽ 7-8 മാസ കാലയളവിനിടയിൽ നടത്തിയത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഓർഗനൈസ്ഡ് ആയിരുന്നു ആ ഒരു പ്രചാരണ രീതി എന്നുള്ളത് വ്യക്തമാകും. അതാണ് ഞാൻ പറഞ്ഞത്,
അൺമാച്ച്ഡ് ആണ്. വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം അവിടെ BJPയും RSSും ചെയ്തിട്ടുണ്ട്, ഇനിയുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ പോകുന്നുമുണ്ട്. അതുകൊണ്ട് ഇനി എത്ര കോപ്പ് കൂട്ടിയാലും എല്ലാവരും ഒന്നിച്ചു നിന്നാലേ തോൽപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇനി അങ്ങോട്ട് കുറച്ചൊക്കെ അസാധ്യമായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മുസ്ലിം ഡോമിനന്റ് ഏരിയാസിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചല്ലോ, അതിൽ 10 സീറ്റിൽ 3 സീറ്റ് കിട്ടിയത് എങ്ങനെയാണ് എന്നതുകൂടി നോക്കണം. 10-ൽ 3 മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസിൽ കിട്ടിയിട്ടുണ്ട്. അവിടെ മുസ്തഫാബാദിൽ മോഹൻ സിംഗ് ബിഷണി, ഇപ്പോൾ പേരുമാറ്റം സജസ്റ്റ് ചെയ്തിരിക്കുന്ന നിയുക്ത MLAക്ക് 17,578 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ആപ്പിന്റെ ആദിൽ അഹമ്മദ് ഖാനെ തോൽപ്പിക്കുന്നത്. റിത്താലയിൽ കുൽവന്ത്രാണ് നേടുന്നത് 29,616 വോട്ടിന്. അതായത് നല്ല മാർജിനിലുള്ള വിക്ടറിയാണ് 3 സീറ്റുകളിൽ. അവിടേക്ക് കടന്നു കയറാൻ പോലും സാധിക്കില്ല എന്ന് കരുതി വിട്ടുകളയാമായിരുന്നു. പക്ഷേ അവിടെയും പോയി പ്രചാരണം നടത്തി 3 സീറ്റ് അവിടെ നിന്നും സ്വന്തമാക്കുകയാണ്. നേരത്തെ സർ പറഞ്ഞ ഫ്ലോട്ടിംഗ് വോട്ട്, അത് എല്ലാ മണ്ഡലങ്ങളിലെയും കൂടെ നമ്മൾ കണക്ക് കൂട്ടിയാൽ ഒരു 3 ലക്ഷം വോട്ടുകൾ വരും. ഫ്ലോട്ടിംഗ് വോട്ട് എന്ന് പറയുന്നത് അവിടെയും അവസാന ദിവസങ്ങളിൽ കൃത്യമായ സമ്പർക്കം പ്രചാരണം ഒക്കെ നടത്തിയിട്ടുണ്ട്. 15 ലക്ഷം ആളുകളെ പ്രത്യേകമായി ഫോക്കസ് ചെയ്ത് 675 ചേരികളിലും അതുപോലെ തന്നെ 1700 ജുഗി ജോപ്ഡി ക്ലസ്റ്റേഴ്സിലും ഇതിൽ രണ്ടിലും ചേർന്ന് ഇത്രയും 15 ലക്ഷത്തോളം ആളുകളെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണം അവസാനത്തെ ആഴ്ചയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടു സം അപ്പ്, BJP ഒരു എക്സ്പാൻഷൻ മോഡിലാണ്. അത് സംഘടനാ സംവിധാനത്തെ കൂടുതൽ ടൈറ്റ് ആക്കിക്കൊണ്ടുള്ള എക്സ്പാൻഷൻ മോഡാണ്. അതിനോട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു പ്രചാരണ സംഘത്തെ ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമൊക്കെ സാധിക്കണം. അല്ലാത്ത പക്ഷം BJPയുടെ വിജയം കണ്ട് ഗ്യാലറിയിൽ ഇരിക്കാനേ കഴിയൂ എന്നതാണ് എൻ്റെ ടേക്ക്. BJP കളം പിടിക്കുന്നു എന്നായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.